നമ്മുടെ ലോക ജനതയിൽ പാവപ്പെട്ടവനും പണക്കാരനും എന്ന വേർതിരിവ് ഒരു കഷണം വിലപിടിപ്പുള്ള കടലാസിലൂടെ വിഭജിക്കപ്പെടുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. കാലഹരണപ്പെട്ട സംസ്കാരത്തിൻ്റെ നേർക്കാഴ്ചയിലൂടെ സഞ്ചരിക്കുന്ന ഓരോ മനുഷ്യനും ഇന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ ഒരംശം നാളേക്കായി സമ്പാദിക്കുമ്പോൾ മാത്രമേ അവനും അതിലൂടെ നമ്മുടെ രാജ്യത്തിനും പുരോഗതി കൈവരിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പഴയ കാലങ്ങളിൽ അനുവർത്തിച്ചു വന്ന അന്നന്നത്തെ അരിയിൽ നിന്നും ഒരു പിടി നാളേക്കായി മാറ്റിവെക്കുന്നത് കൂടി ആയിരിക്കണം സമ്പാദ്യശീലവും. നാം മലയാളികൾ പുരാതന കാലം മുതൽ സമ്പാദ്യശീലങ്ങളിൽ തൽപരരുമാണ്. എന്നാൽ ഇന്ന് മനുഷ്യത്വത്തിനു പോലും പ്രാധാന്യം നൽകാതെ കൊന്നും കൊലവിളിച്ചും വെട്ടിപ്പിടിച്ചും സ്വാർത്ഥരാകുന്ന മനുഷ്യ സമൂഹം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് നമുക്കിടയിലെ നിർധനരായ സഹോദരങ്ങളെ. നമുക്ക് ചുറ്റുമുള്ള ഇവരെ കണ്ടാലും കണ്ടില്ലെന്ന് നടിച്ച് അല്ലെങ്കിൽ തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ സാന്ത്വനത്തിന്റെ കരങ്ങൾ ഇവരിലേക്ക് നീട്ടുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. ഇത് ഡോക്ടർ NP സജികുമാർ. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ചായ്ക്കോട്ടുകോണം എന്ന ഗ്രാമപ്രദേശത്ത് കർഷകനും വ്യവസായിയുമായിരുന്ന പരമേശ്വരൻ പിള്ളയുടെയും ഇന്ദിരാഭായിയുടെയും 6 മക്കളിൽ ഇളയവനായി ജനിച്ച ഇദ്ദേഹത്തെ തേടി നാം ഇന്നെത്തിയിരിക്കുന്നത് സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരുടെ പ്രതീകമായിട്ടാണ്. കാരണം തൻ്റെ ചുറ്റും അവശത കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കഷ്ടത അനുഭവിക്കുന്ന ജനസമൂഹത്തെ തൻ്റെ അധ്വാനത്തിൻ്റെ അംശം കൊണ്ട് സഹായിച്ചും നാടിനെ നേരിടുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ തൻ്റെ നേതൃത്വത്തിലുള്ള വിവിധ സംഘടനകളുടെ സഹായത്തോടെ പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന ഇദ്ദേഹം ഇന്ന് നമുക്കായി കാട്ടിത്തരുന്നത് മനുഷ്യത്വം എന്നാൽ എന്ത് എന്നതാണ്. ആ സഞ്ചാരപഥത്തിലേക്ക് ഡോക്ടർ NP സജികുമാർ. സാന്ത്വന വേഷപ്പകർച്ചയില്ലാതെ. തളർച്ചയുടെ ഉറക്കച്ചൂടിൽ നിന്നും കൊതി മാറും മുമ്പേ പ്രഭാത കിരണങ്ങൾക്കൊപ്പം തൻ്റെ കർമ്മ മേഖലകളിലേക്ക് ഇറങ്ങുകയാണ് ഡോക്ടർ NP സജികുമാർ. ഓരോ ദിനവും തന്നെ തേടിയെത്തുന്ന പ്രശ്നങ്ങൾക്ക് തന്നാലാവും വിധം സഹായം എത്തിക്കാനാണ് ഈ യാത്ര. ആ യാത്രയ്ക്കൊപ്പം കൂടുന്ന നമ്മൾ ആദ്യം എത്തുന്നത് നെയ്യാറ്റിൻകര ഉപജില്ലയുടെ കീഴിലുള്ള വേങ്കുഴി ഗവൺമെന്റ് LP സ്കൂളിലേക്കാണ്. ഇവിടെ കൊച്ചുകുട്ടികൾക്കും അധ്യാപകർക്കുമൊപ്പം പരിസ്ഥിതി ദിനത്തോടനുബന്ധമായി നടന്ന റാലിക്ക് നേതൃത്വം നൽകുകയാണ് ഇദ്ദേഹം. തുടർന്ന് PTA പ്രസിഡന്റ് D ജോയി അധ്യക്ഷത വഹിച്ച് HM OP സുജാത സ്വാഗതം പറഞ്ഞ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ NP സജികുമാർ കുട്ടികൾക്ക് സാരോപദേശത്തിലൂടെ മനുഷ്യത്വത്തിന്റെ പ്രാധാന്യം പറഞ്ഞു നൽകുകയും സ്കൂളിന് വേണ്ടുന്ന ചെറു സഹായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇനിയും തന്റെ സഹായങ്ങൾ നീളുമെന്ന് ഉറപ്പു നൽകുന്ന ഇദ്ദേഹം ഓരോ പ്രവർത്തനത്തിലൂടെയും നേടുന്നത് തന്റെ ആഗ്രഹ സാഫല്യമാണ്. എനിക്ക് കൊച്ചുനാളിലെ ഉള്ള ഒരിതായിരുന്നു. കൊച്ചുനാളിലെ എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ജീവകാരുണ്യം, അതായത് നാട്ടുകാർ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ മേഖലയിൽ നിന്നാണ് വളർന്നു വന്നത്. പാവപ്പെട്ട ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. അപ്പോൾ ആ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ വളരെ ബുദ്ധിമുട്ടിൽ കൂടിയാണ് ഞാൻ വളർന്നു വന്നത്. അന്നൊക്കെ നമുക്ക് സ്വത്തുകളുണ്ടെങ്കിലും ദൈനംദിനം ജീവിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ 3 ബുക്ക് 4 ബുക്ക് അങ്ങനെ വാങ്ങിച്ചു തരാനുള്ള സാഹചര്യം വീട്ടിലുള്ളൂ. 12 വിഷയത്തിനെ കുറിച്ചായിരുന്നു 3 4 ബുക്ക് വാങ്ങിച്ചു തരുമ്പോൾ ആ ബുക്ക് ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും നടുവിൽ നിന്നും അങ്ങനെ എഴുതി അങ്ങനെ പഠിച്ച് വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ വിദ്യാഭ്യാസം മനുഷ്യന് ആവശ്യമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് ഭക്ഷണങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇല്ലാതെ തന്നെ പല ദിവസങ്ങളും ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന ആഹാരത്തിൽ നിന്നും
എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ അന്ന് ഞാൻ ഷെയർ ചെയ്താണ് ഞാനന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നത്. അതിനാൽ എൻ്റെ കൂടെ വരുന്ന പാവപ്പെട്ട കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഞാൻ ദോശയോ അല്ലെങ്കിൽ അപ്പോൾ എന്ത് കൊണ്ടുപോയാലും അതിൽ ഓരോന്നെടുത്ത് അവർക്കും കൊടുത്താണ് ഞാൻ അന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ആ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു സംഘടനാ പ്രവർത്തകൻ കൂടി ആയിരുന്നു. അപ്പോൾ ആ സംഘടനയിൽ പോകുമ്പോൾ അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി കേട്ട് മനസ്സിലാക്കുകയും അപ്പോൾ ആ സംഘടനയിൽ കൂടെ എനിക്ക് ജീവകാരുണ്യ പ്രവർത്തനം നടത്തണമെന്നുള്ള താല്പര്യവും കൊച്ചുനാളിൽ എനിക്കുണ്ടായി. അതായത് ലോകത്ത് ഇന്ന് ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട്. പക്ഷെ ആ വ്യക്തികൾക്ക് ചില ആൾക്കാർ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് അവർ രാഷ്ട്രീയ രീതിയിലേക്കും മറ്റുള്ളവരിലേക്കും മാറ്റിവിടുന്നുണ്ട്. അവരുടെ നേട്ടത്തിലേക്ക് വേണ്ടി അവർ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ അന്ന് മുതലേ ഉള്ളത് രാഷ്ട്രീയ രീതിയിലല്ലാതെ പ്രതിഫലത്തിന് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതിന് തിരിച്ച് പ്രതിഫലം വാങ്ങിക്കാതെ ജനസേവനം നടത്തുക എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. അതെ, സേവനമെന്നത് ഇന്ന് ഇദ്ദേഹത്തിന്റെ നാഡിയും ഞരമ്പും ജീവനും ആത്മാവുമായി മാറിയിരിക്കുന്നു. തുടങ്ങിയിടത്ത് നിന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ പട്ടികയിലുണ്ടായ വളർച്ച പക്ഷേ ഡോക്ടർ സജികുമാറിനെ തളർത്തുന്നില്ല. അതിന്റെ ഉദാഹരണമാണ് ഈ നോട്ട് ബുക്ക് വിതരണം. MSCLP ഗവൺമെന്റ് സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഈ കൊല്ലം നോട്ട് ബുക്കുകൾ നൽകിയ ഇദ്ദേഹം ഈ വർഷം വിവിധ സ്കൂളുകളിലായി 6000-ലധികം നോട്ട് ബുക്കുകളാണ് വിതരണം ചെയ്തത്. ഇതിനു പുറമേയും വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന വിവിധ സഹായങ്ങൾ ചെയ്ത ഇദ്ദേഹം തീർത്തും മാതൃകാപരമായ പ്രവർത്തനമാണ് നമ്മുടെ സമൂഹത്തിനായി ചെയ്യുന്നത്. വിധവയായിട്ടുള്ള പാവപ്പെട്ട ആൾക്കാരുണ്ട്, വയസ്സായി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുണ്ട്, ആൺമക്കളില്ലാത്ത അച്ഛനമ്മമാരുണ്ട്. അവർക്കൊക്കെ ഒരു താങ്ങായിട്ട് ഞാൻ മാസം അവരുടെ മരുന്നിലേക്ക് വേണ്ടി ഞാൻ പെൻഷൻ എന്നുള്ള പദ്ധതി ഞാൻ കൊടുത്തു വരുന്നുണ്ട്. അത് ആദ്യമായിട്ട് തുടങ്ങി വെച്ചത് നമ്മുടെ പങ്കജ് കസ്തൂരി MD ഹരീന്ദ്രൻ ചേട്ടനും പിന്നെ വെള്ളനാട് ജ്യോതിഷ് കുമാർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടുണ്ടായിരുന്നു. പുള്ളിയും കൂടി ചേർന്നാണ് എനിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ വിവേകാനന്ദ സേവാ സമിതി എന്നുള്ളൊരു സമിതി രൂപീകരിക്കുകയും ആ സമിതിയിൽ കൂടെയാണ് ഞാൻ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് ഈ ആനുകൂല്യം കൊടുക്കുന്നതിലേക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത്. അത് ഏകദേശം 10-15 വർഷത്തിൽ കൂടുതലായി. ആ സംഘടനയിൽ കൂടെ വളർന്നു വരികയും ഇന്ന് റോട്ടറി ക്ലബ്ബ് മുഖാന്തരം ആണിന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 139 പേർക്ക് ഇന്ന് പെൻഷൻ കൊടുക്കുന്നുണ്ട്. 47 കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം ചെയ്തു. ഞാൻ കൊച്ചുനാളിലെ ഞാൻ വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കാനായിട്ട് താല്പര്യമുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച ആ ഒരു ഇത് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് മനുഷ്യന് അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് താങ്ങുവടിയായിട്ട് ആവശ്യം എന്ന് പറഞ്ഞത് സാമ്പത്തികമാണ്. അപ്പോൾ സാമ്പത്തികം ഇല്ലാത്ത കുട്ടികൾക്കാണെന്ന് വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് വിദ്യാഭ്യാസമുള്ള ആ ഒരു സ്രോതസ്സ് ഞാനിന്നുണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പം തന്നെ ഈ വർഷം ഏകദേശം 6000-ഓളം നോട്ട്ബുക്ക് ഈ പ്രവേശനോത്സവത്തോടെ ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്കൂൾ ബാഗുകൾ, ബാക്കിയുള്ള സ്കൂൾ കിറ്റുകൾ, അങ്ങനെയല്ല ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്കൂൾ മേഖലയിൽ തന്നെ ഇപ്പോൾ ഞാൻ വിൻസിൻ്റെ പ്രോജക്റ്റായിട്ട്, റോട്ടറിയുടെ വിൻസിൻ്റെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാനിപ്പോൾ കുറേ സ്കൂളുകളിൽ ഞാൻ വാഷിംഗ് വിൻസ് എന്നാണ് അതിൻ്റെ പറയുന്നത്, അതിനുള്ള സോപ്പുകൾ, പിന്നെ ബാത്റൂം ക്ലീനിങ്ങിനുള്ള മെറ്റീരിയൽസുകളൊക്കെ ഞാൻ റോട്ടറി മുഖാന്തരം കൊടുക്കുന്നുണ്ട്. അല്ല, ഞാനിപ്പോൾ ഇടുക്കിയിലുള്ള എൻ്റെ യൂണിയനിലുള്ള അംഗങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ഇത് കൊടുക്കുന്നു. ആദ്യം ഇടുക്കിയിൽ കുറേ പേർക്ക് കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോഴും ഞാൻ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം, ജില്ലാ സമ്മേളനമൊക്കെ വരുന്ന സമയത്തൊക്കെ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ സാധനം കൊടുക്കാറുണ്ട്. ഒന്നുകിൽ ഓണക്കിറ്റ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ വസ്ത്രവിതരണം നടത്താറുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് നോട്ട്ബുക്ക് വിതരണം നടത്താറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഞാനങ്ങനെ ചെയ്തതിനാണ് പോകുന്നത്. അപ്പോൾ ഇത് കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്നത്. കേരളത്തിൽ നിന്ന് വിട്ട് അടുത്ത സംസ്ഥാനത്തിലും കൂടി വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ എനിക്ക് ഒരു താല്പര്യം. ഇങ്ങനെ ജീവകാരുണ്യ മേഖലയിൽ തൻ്റെ സേവനങ്ങൾക്ക് അറുതിയിടാത്ത ഇദ്ദേഹം സമൂഹ നന്മയ്ക്കായി ചെയ്യുന്ന പ്രവൃത്തികളും ഏറെയാണ്.
വിവിധ സംഘടനകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ കഴിഞ്ഞ ഡോക്ടേഴ്സ് ഡേയിൽ പ്രഗത്ഭരായ ബിഷോഗുരന്മാരെ ആദരിച്ചത് ഇതിന്റെ തെളിവാണ്. കാഞ്ഞിരംകുളം ജവഹർ സെൻട്രൽ സ്കൂളിൽ നടന്ന ഈ ചടങ്ങ് സാഹിത്യകാരനും അഡീഷണൽ സെക്രട്ടറിയുമായ ശ്രീ സുദർശനാണ് ഉദ്ഘാടനം ചെയ്തത്. വിവിധ മേഖലയിലെ പ്രഗത്ഭരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ചടങ്ങിനോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ഇതിനു പുറമെ വിവിധ സംഘടനകൾ, സ്കൂളുകൾ എന്നിവയുമായി സംയോജിച്ച് വൃക്ഷത്തൈ നടിയിൽ തുടങ്ങി വേറിട്ട പാതകളിലൂടെ നീങ്ങുന്ന ഇദ്ദേഹം അലങ്കരിക്കുന്ന സ്ഥാനങ്ങളും ഏറെയാണ്. ഞാനിപ്പോൾ ദേശീയ ക്ഷീരകർഷക തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞ സംഘടന ഒരു ട്രേഡ് യൂണിയൻ, ഒരു സ്വതന്ത്ര യൂണിയനാണ് രൂപീകരിച്ചത്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചുക്കാൻ പിടിച്ചുള്ള തുടങ്ങിയത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനത് തുടങ്ങിയിട്ടുള്ളത്. അതിന്ന് കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക അങ്ങനെ 4 സംസ്ഥാനങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നു. അതിൻ്റെ കീഴിലൊരു സഹകരണ സംഘം സ്റ്റാർട്ട് ചെയ്തു, ക്ഷീരകർഷക തൊഴിലാളി ക്ഷേമ സഹകരണ സംഘം. അത് അമറോളയിലാണ്. അതിൻ്റെ പ്രസിഡന്റ് ഞാൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അൺഎംപ്ലോയിഡ് സ്കിൽഡ് വർക്കേഴ്സ് സഹകരണ സംഘം എന്നുള്ളൊരു സംഘം 10-20 വർഷം പഴക്കമുള്ള സംഘമാണ്. അതിനെ ഞാനിപ്പോൾ ഏറ്റെടുത്ത് ഞാൻ നടത്തുന്നു. പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടിപ്പോൾ എനിക്ക് സ്ഥാനം അവരായിട്ട് തന്നതാണ്, ഞാനായിട്ട് അങ്ങോട്ട് പോയതല്ല. പല പരിപാടികളിലും എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഞാനവിടെ പോയി പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ വെച്ച് എനിക്ക് അവർ സ്ഥാനം തന്നു. ഞാനിന്ന് അതിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കും. നദീ സംരക്ഷണ സമിതിയുടെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിൻ്റെയും എന്നെ ഉദ്ഘാടനത്തിന് വിളിച്ചു. ഞാനവിടെ പോയി. ഇപ്പോൾ അതിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഒരു ചുമതല എനിക്ക് വെച്ചിട്ടുണ്ട്. അടുത്തിപ്പോൾ ഭാരത് ഹ്യൂമൻ റൈറ്റ്സ് മിഷൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടിപ്പം എടുത്തതായിട്ട് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എന്നെ വിളിച്ചറിയിച്ചു. മിക്കവാറും അത് അടുത്ത മാസമായിരിക്കും അതിൻ്റെ പ്രോഗ്രാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥാനങ്ങൾ വന്നത് എനിക്ക് ഈ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഇത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. അതെ, ഒന്നിനും സമയം തികയുന്നില്ല എന്ന് പറയുന്ന നമുക്ക് ഇദ്ദേഹം ഒരു മാർഗദർശിയാണ്. തേടി വരുന്ന സ്ഥാനമാനങ്ങളിലൂടെയെല്ലാം ജനനന്മ ലക്ഷ്യം വയ്ക്കുന്ന ഇദ്ദേഹം ഒടുവിൽ തേടിയെത്തിയ ഉദിയൻകുളങ്ങര റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റ് സ്ഥാനവും ഏറെ സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തത്. ഇതുവരെ റോട്ടറിയുടെ ഒരു അംഗമായി നിന്ന് പ്രവർത്തിച്ചപ്പോൾ സഹ അംഗങ്ങൾക്കൊപ്പം നടപ്പിലാക്കിയ ചിൽഡ്രൻസ് പാർക്കുകൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ കുഴൽക്കിണർ നിർമ്മാണം, ശുദ്ധജല വിതരണ സംവിധാനം, പൊഴിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച സോളാർ പദ്ധതി തുടങ്ങി ഉദിയൻകുളങ്ങര റോട്ടറിയുടെ കീഴിൽ ഇവർ ഈ പ്രദേശത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ ഏറെയാണ്. ഇനിയും നിരവധി സ്വപ്നങ്ങളാണ് തനിക്ക് മുന്നിൽ ഈ ഒരു വർഷ കാലയളവിനുള്ളിലുള്ളതെന്ന് സജികുമാർ അടിവരയിടുന്നു. ഞാനിപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്, ഇതിപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഈ റോട്ടറി ക്ലബ് മുഖാന്തരം 13 സ്കൂളുകൾക്കാണ് ഞങ്ങൾ ഈ വിൻസിൻ്റെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്രാവശ്യം കുറഞ്ഞത് 40 സ്കൂളെങ്കിലും ഞങ്ങളത് വിൻസിൻ്റെ പ്രോജക്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിൻസിൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ബാത്റൂം ഇല്ലാത്ത സ്കൂളുകൾക്ക് ബാത്റൂം കെട്ടിക്കൊടുക്കുക, ബാത്റൂം ഉണ്ടെങ്കിൽ അത് വൃത്തിഹീനമാണെങ്കിൽ അവിടെ ടൈൽസ് ഇട്ട് കൊടുക്കുക, യൂറിൻ ബൗൾസ് ഇല്ലാത്ത സ്കൂളുകളിൽ യൂറിൻ ബൗൾസ് വെച്ച് കൊടുക്കുക, വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട ടാങ്ക്, വാട്ടർ ടാങ്ക്, പിന്നെ വാട്ടർ പ്യൂരിഫയർ, ഇങ്ങനെ നമ്മൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ നമ്മൾ ഈ എല്ലാ സ്കൂളുകൾക്കും നമ്മൾ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഈ എല്ലാ മാസവും ഇത് ഒരു പ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ വിട്ടിട്ട് പോകുന്നതല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് കണ്ടിന്യൂയിങ് പ്രോജക്റ്റാണ്. ഇത് കൂടുതലും എൻ്റെ ഭാഗത്തു നിന്നാണ് ഞങ്ങളുടെ ഉദയകുളം റോട്ടറി ക്ലബ്ബിൽ ഞാൻ അത് മുൻകൈ എടുത്താണ് ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഈ സോപ്പും മെറ്റീരിയൽസും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തൻ്റെ ഓരോ പടവുകളും ജനസേവനത്തിന് മുൻതൂക്കം നൽകുമ്പോൾ നമ്മുടെ നാടിനെയും പ്രകൃതിയെയും സംരക്ഷിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയും ഡോക്ടർ NP സജികുമാർ മറക്കുന്നില്ല. കേരള സംസ്ഥാന നദീ സംരക്ഷണ സമിതി പോലുള്ളവയോടൊപ്പം തോളോട് നിന്ന് പ്രവർത്തിച്ചും
തന്റെ പൂർണ്ണ പിന്തുണ ജനറൽ സെക്രട്ടറിയായ ഡോക്ടർ ജയകുമാർ CV-ക്ക് ഉറപ്പു നൽകിയും മുന്നേറുമ്പോൾ തന്റെ ഒരു പ്രവർത്തനവും രാഷ്ട്രീയമായും മതപരമായും ഇദ്ദേഹം കൂട്ടിച്ചേർക്കാറില്ല. ഞാൻ നേരത്തെ ഒരു രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഞാനിപ്പോഴും ആ രാഷ്ട്രീയം മനസ്സിൽ എനിക്കുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഈ മേഖലയിലേക്ക് തിരിയുമ്പോൾ അത് ഒരു രാഷ്ട്രീയ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്കത് നമ്മളെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോൾ അത് എനിക്ക് മാനസികമായിട്ട് ഉണ്ട്. പിന്നെ നമുക്ക് രാഷ്ട്രീയം എല്ലാ മനുഷ്യർക്കും രാഷ്ട്രീയമുണ്ട്. അത് രാഷ്ട്രീയം പ്രകടിപ്പിക്കുന്ന ആൾക്കാർ വെളിയിലേക്ക് പ്രകടിപ്പിക്കുന്നു. ചില ആൾക്കാർ അത് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാറുണ്ട്. ഞാൻ അങ്ങനെയല്ല. ഞാൻ നേരത്തെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നുവെങ്കിലും ഈ ചാരിറ്റി പരമായിട്ടുള്ള ബന്ധം കൂടിയപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിനെ കുറച്ചുകൊണ്ട് വരികയാണ്. പക്ഷെ അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉണ്ട്. പക്ഷേ ചുമലെടുക്കാനോ അതിൽ കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനോ എനിക്ക് താല്പര്യമില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് ജനങ്ങളുമാണ് എനിക്ക് ആവശ്യം. അല്ല, എനിക്കതിൽ കൂടെയുള്ള ലാഭമല്ല. ലാഭം എന്ന് പറയുമ്പോൾ നമ്മൾ വഴിയിൽ പോകുന്ന സമയത്ത് 10 പേര് നമ്മളെ കൈയെടുത്ത് ഒഴുകുകയാണെങ്കിൽ എനിക്കത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു നേട്ടം. ഇന്ന് ഞാൻ ഏത് മേഖലയിൽ പോയാലും നമ്മുടെ സജി സാറാണ് അതാ പോകുന്നത്. ഇന്ന് 10 പേര് ഉണ്ടെങ്കിൽ അതിൽ ഒരാളെങ്കിലും പറയാനുള്ള സാഹചര്യം മാറിയത് ഇതിൽ കൂടെയാണ്, ജനസേവനത്തിൽ കൂടെയാണ്. പക്ഷേ രാഷ്ട്രീയ രീതിയിലായിരുന്നു ഞാൻ വളർന്നിരുന്നുവെങ്കിൽ 10 പേര് നമ്മളെ കുറ്റം പറയാൻ കാണുമല്ലോ. 10 പേര് നല്ലത് പറയണമെങ്കിൽ 10 പേര് കുറ്റം പറയാൻ കാണും. ഇത് കുറ്റം പറയാനായിട്ട് ആരും കാണില്ല. നല്ലതെന്ന് പറയാൻ ആരെങ്കിലും ഒരാളെങ്കിലും കാണും. നമ്മൾ കുറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും നമ്മൾ പൈസ മേടിച്ചു കൊണ്ടല്ല നമ്മളിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ വെളിയിൽ നിന്നുള്ള ഫണ്ട് വരുത്തിയല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഉണ്ടാക്കുന്ന എമൗണ്ടിൽ നിന്ന് ഞാൻ ഒരു വീതം കൊടുക്കുന്നു. പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ എന്നുള്ള ആ ഒരു പഴമൊഴിയാണ് എൻ്റെ മനസ്സിലുള്ളത്. എനിക്കിപ്പം കിട്ടിയിട്ടുള്ള സ്ഥാനങ്ങളും അതേപോലെ തന്നെ ഈ അംഗീകാരങ്ങളെല്ലാം ഞാൻ ഈ രീതിയിൽ കൂടെ കിട്ടിയതാണ്. ഇങ്ങനെ ഞാൻ ചാരിറ്റി പ്രവർത്തനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു പൂർ ഫാമിലിയിൽ നിന്നാണ് ഞാൻ വന്നതെന്നുള്ളത്. അപ്പോൾ ആ വന്ന സ്ഥിതിയും ഇപ്പോഴും ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ സ്വാർത്ഥ താല്പര്യം മാത്രമാണ് ഞാൻ കണക്കാക്കിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ നിലയിൽ വരില്ലായിരുന്നു. ഒന്നുകിൽ ഒരു ഗവൺമെൻറ് ജോബായിരിക്കും, അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് മേഖല അങ്ങ് പോകുമായിരുന്നു. പക്ഷേ അത് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പല മേഖലകളിലും പല സ്ഥാനങ്ങളും എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ അത് തന്നെ ഭയങ്കരമായിട്ടുള്ള എനിക്കൊരു അംഗീകാരമാണ്. സാമ്പത്തിക വരുമാനം ഇല്ലായെങ്കിലും നമ്മൾ നാട്ടിൽ നിന്ന് നല്ലൊരു വ്യക്തിയായിട്ട് മാറാനായിട്ട് സാധിച്ചത് ഇതിൽ കൂടെയാണ്. അതെ, കൊടുത്താൽ കിട്ടുമെന്ന പ്രമാണം ശരിവയ്ക്കുന്ന തരത്തിലുള്ളതാണ് ഇദ്ദേഹത്തിന് കിട്ടിയ എല്ലാ അംഗീകാരങ്ങളും. അതിന് തെളിവാണ് മനുഷ്യത്വത്തിന്റെ പേരിൽ ലഭിച്ച ഡോക്ടറേറ്റ് പദവി ഉൾപ്പെടെ. ഇവയെല്ലാം ഓരോ ദിനവും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യതയോടെ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ഡോക്ടർ NP സജികുമാർ തന്റെ കീഴിലുള്ള ക്ഷേമ സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ സമയം നീക്കിവയ്ക്കുന്നു. നെയ്യാറ്റിൻകര അമരവിളയിൽ പ്രവർത്തിക്കുന്ന ക്ഷീര കർഷക തൊഴിലാളി ക്ഷേമ സഹകരണ സംഘത്തിൽ ഇന്ന് 900-ഓളം അംഗങ്ങളാണ് നിലവിലുള്ളത്. ഇവർക്ക് വേണ്ടുന്ന ലോണും MDS-ഉമെല്ലാം വേണ്ട നിർദ്ദേശങ്ങളിലൂടെ സഹപ്രവർത്തകർക്ക് പറഞ്ഞു നൽകി ഓരോ അംഗത്തിനും ഗുണപ്രദമാക്കുന്ന തരത്തിൽ എത്തിക്കുന്ന ഇദ്ദേഹം ഇതിലൂടെ എല്ലാം തനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ജനസേവന പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നത്. സോഴ്സ് ഇൻകം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് പല രീതിയിലുള്ള ഈ യൂണിയൻ്റെ തന്നെ നമുക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നതിൻ്റെ ഒരു വരുമാനമുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ എനിക്ക് ചിലവ് കൂടി വന്നപ്പോൾ ആ കിട്ടുന്ന വരുമാനം തികയാത്തത് കൊണ്ടാണ് കൂടുതൽ ആൾക്കാരെ സേവിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു ബിസിനസ് കൂടി തുടങ്ങിയത്. അതാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ഞാനെടുത്ത് സെയിൽസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ എനിക്ക് 20,000 രൂപക്കുള്ള എനിക്ക് ആഴ്ചയിൽ കമ്മീഷനുണ്ട്. അപ്പോൾ ആ പൈസയൊക്കെ കിട്ടുന്നത് ഒരാളിൻ്റെ അടുത്ത് പോയി ഈ ബിസിനസ് ഈ പ്രോഡക്റ്റിനെ പറ്റി പറയുമ്പോൾ തന്നെ അവർ എന്നെ അംഗീകരിക്കാൻ കാരണം എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഏറിയ പങ്കും ഞാനിങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ള പറയുമ്പോഴാണ് അവർ കൂടുതലായിട്ട് താല്പര്യത്തോടെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ തയ്യാറാവുന്നത്. അപ്പോൾ അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട്. അതെ, ഈ വാക്കുകളിലൂടെയെല്ലാം ഇദ്ദേഹം പറയുന്നത് ഒന്നു മാത്രം: തന്നെ തേടിയെത്തുന്നവരെ വെറും കൈയോടെ പറഞ്ഞയക്കുവാൻ എനിക്കാവില്ല. പകരം അവരെ സഹായിക്കുന്നതിനുള്ള വഴിയാണ് ഇദ്ദേഹം തേടുന്നത്. അതിന്റെ ഭാഗമായാണ് ഇൻഡസ് വിവയുടെ ഉൽപ്പന്നങ്ങളായ ഐ കോഫിയും ഐ പൾസുമെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്.
ഇതിലൂടെയെല്ലാം കഴിയുന്നത്ര പേരെയും സഹായിക്കുമ്പോൾ പരാതിയില്ല ദൈവത്തിനോട് പോലും ഡോക്ടർ എൻ പി സജികുമാറിന്. ഞാൻ രാവിലെ 4:30 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ ആരെയൊക്കെ ഫോൺ ചെയ്യാണ്ടോ എന്തൊക്കെ ചെയ്യാണ്ടോ അതെല്ലാം 6-6:30 മണിക്കുള്ളത് ഫോൺ ചെയ്ത് തീർക്കും. 7 മണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുളിച്ച് ഫ്രഷായി 7:30-ക്കുള്ളിൽ ഞാൻ വീട്ടിൽ ഇറങ്ങും. രാത്രി ഞാൻ തിരിച്ച് വീട്ടിലെത്തുന്നത് 12 മണി 1 മണിക്കൊക്കെയാണ്. 10 മണിക്കൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് തന്നെ മാസങ്ങളോളായി. ഇപ്പോൾ സുഖമില്ലാതെ ഒരാഴ്ച കിടന്നിട്ട് പോലും എൻ്റെ ദൈനംദിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിന് ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനത്തെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ദൈവം എന്നെ കിടത്താത്തത്. ഇന്ന് കഴിഞ്ഞ ആഴ്ച ചെക്കപ്പ് ചെയ്യുന്നവരേക്കും എനിക്ക് ഒരു അസുഖവും എൻ്റെ ശരീരത്തിൽ മാരകമായിട്ടുള്ള അസുഖങ്ങളില്ല. അത് ദൈവം തന്ന ഭാഗ്യമാണ്. അത് ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് ദൈവം എന്നെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ എനിക്കൊരു വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ടുള്ള സന്മനസ് എനിക്ക് തരികയും ഞാൻ ചെയ്യുകയും ഇത് വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല, ഇത് ദൈവം നമ്മളെ ഒരു നിമിത്തമാക്കി വിട്ടിരിക്കുന്നു. ദൈവം തന്ന ആ ഒരു ആയുസ് നീട്ടിത്തരാൻ വേണ്ടി ഇവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇനിയും എനിക്ക് കൊടുക്കാനായിട്ട് ദൈവം എന്നെ ആയുസ് കൂട്ടിത്തരണമെന്നാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ 5 വർഷം കൂടി നീട്ടിത്തരണമെങ്കിൽ ആ 5 വർഷം കൂടെ അവർക്ക് ആനുകൂല്യം കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലങ്ങളുണ്ടെങ്കിലോ നമുക്ക് നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കി അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഞാൻ കിടപ്പിലായിപ്പോയാൽ അത് ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ കിടപ്പിലാകുമ്പോൾ ഞാൻ മാത്രമേ കിടപ്പിലാവുന്നുള്ളൂ. പക്ഷേ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ അവിടെ പ്രോബ്ലം വരും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിനോട് ഞാൻ രാവിലെ എന്നും എണീറ്റ് കുളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് 5 മിനിറ്റെങ്കിലും പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ വെളിയിലിറങ്ങാറുള്ളത്. പിന്നെ ചില ആൾക്കാർ പറയും രാവുകാലം നോക്കിയാൽ വെളിയിറങ്ങാവും. ഞാൻ രാവുകളൊന്നും നോക്കാറില്ല. ദൈവത്തിനെ കാണുന്നു. രാവുകൾ നോക്കേണ്ട കാര്യങ്ങൾക്ക് നോക്കുന്നുണ്ട്. പക്ഷേ ദൈനംദിനമുള്ള കാര്യങ്ങൾ രാവുകാലം നോക്കാറില്ല. ദൈവത്തിൻ്റെ ആ പടത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുളിച്ചും കൊണ്ട് ഈറത്തോർത്തോടെ ദൈവത്തിന് 5 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ വെളിയിറങ്ങാറുള്ളത്. അത് എല്ലാ ദിവസവും തന്നെയാണ്. ഒരു ദിവസം പോലും ഞാൻ തെറ്റിക്കാറില്ല. ഇത്തരത്തിലെല്ലാം വിശ്രമമില്ലാതെ രാവന്തിയോളം ഈശ്വര വിശ്വാസത്തെയും കൂട്ടുപിടിച്ച് വിവിധ പ്രവർത്തനങ്ങളിലൂടെ ജനസേവനം ചെയ്യുന്ന ഇദ്ദേഹത്തിന് മികച്ച പിന്തുണയുമായി ഒരു കൂട്ടം മനുഷ്യത്വമുള്ള സഹയാത്രികരും ഇദ്ദേഹത്തിനൊപ്പമുണ്ട്. സമൂഹത്തിലെ ഓരോ പ്രശ്നങ്ങളും ഇവരിൽ നിന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം കാണുമ്പോൾ ഇവർ മാത്രമല്ല, കുടുംബത്തിൻ്റെയും പൂർണ്ണ പിന്തുണ ഡോക്ടർ എൻ പി സജികുമാറിനൊപ്പമുണ്ട്. ഭാര്യ അജിത VS-ഉം മക്കളായ അഞ്ജലി S. നായരും അനു S. നായരും തങ്ങളുടെ സഹായങ്ങൾ കൂടി ഈ സത്പ്രവർത്തികൾക്കായി മാറ്റിവെക്കുമ്പോൾ ഇനിയും വേറിട്ട പാതകൾ ഇദ്ദേഹത്തിന് സൃഷ്ടിക്കാനാവും. മഹാനായ ഷേക്സ്പിയർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു ഷൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കാലുകളില്ലാത്ത ഒരാളെ കണ്ടപ്പോഴാണ് എനിക്ക് ആ ദുഃഖം തീർന്നത്. നമുക്ക് കിട്ടുന്നതൊന്നും തികയുന്നില്ല എന്ന് പറയുന്ന നമ്മൾ ഈ വാക്കുകൾ ഓർക്കണം. ഒപ്പം ഡോക്ടർ എൻ പി സജികുമാറിൻ്റെ സഞ്ചാരപാതയും.